ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗോട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഗോട്ടിൻ്റെ ഒരു പ്രധാന കാര്യം പറയാനാണ്. അതിന് മുന്നേ തന്നെ ഗോട്ടിന് മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയ് ആരാധകർക്ക് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്, എല്ലാവരും പോയി കാണുക. അതുപോലെ 43 കോടിയാണ് ഇതുവരെ നേടിയ കളക്ഷൻ എന്നും 55 കോടിയാണ് ഇതുവരെ നേടിയ കളക്ഷൻ എന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും, അത് വേറൊരു വീഡിയോയിൽ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഗോട്ട് സിനിമ കണ്ടവർക്ക് അറിയായിരിക്കാം, ഗോട്ട് സിനിമയിലെ പാട്ടിൽ വിസിൽ പോഡ് എന്ന് പറയുന്ന പാട്ടിൽ കാണിച്ച ഒരു ഫ്രെയിം. ആ പാട്ട് നേരത്തെ റിലീസായപ്പോൾ ആ സമയത്ത് നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം ബാർ 68 സിൻസ് 1974 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, ഇത് തളപതിയുടെ 68ാമത്തെ സിനിമയാണ്. അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇനി പോവുകയാണ്. അതുകൊണ്ട് സിനിമ വളരെ കുറവായിരിക്കും എന്ന് പറയുന്നു. ഇനി ഒരു സിനിമ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയുന്നു. നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇത് 68ാമത്തെ സിനിമയാണ് വെങ്കട് പ്രഭുവിൻ്റെ പടം എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞു. കാരണം തളപതി 68 എന്ന് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ വരുന്നതിന് മുന്നേ അനൗൺസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇനി താഴെ സിൻസ് 1974 എന്നത് അത് വിജയ് ജനിച്ച വർഷമാണ്. സിൻസ് 1974 74ലാണ് വിജയ് ജനിച്ച വർഷം. ഇനി അവിടെ ഒരു 3 അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, ബാർ 68. അത് എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. അതായത് എനിക്ക് മാത്രം മനസ്സിൽ ഇങ്ങനെ തോന്നിയതാണ്. സിനിമ കാണുന്ന സമയത്തും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ബാർ എന്നുള്ളത്, അതായത് BAR, നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ അരസിയൽ റോറിങ്. ബിഫോർ അറിയാമല്ലോ, മുൻപ്. അരസിയൽ എന്ന് പറയുന്നത് തമിഴിൽ രാഷ്ട്രീയം, റോറിങ് എന്ന് പറയുന്നത് ഗർജനം. നമ്മൾ ഈ ഗോട്ട് സിനിമ കാണുമ്പോൾ തന്നെ വിജയുടെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ അറിയാം, ഒരു സിംഹത്തിൻ്റെ സട പോലെയാണ് പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ, ആ ഒരു സ്റ്റൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഒരു സിംഹത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു റോറിങ്, ഗർജനും കൂടി വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബിഫോർ അരസിയൽ റോറിങ്, അതാണോ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, അവരങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ബിഫോർ അരസിയൽ റോറിങ് 68, അതിന് മുൻപ് ചെയ്ത 68ാമത്തെ സിനിമയാണ്. സിൻസ് 1974 വിജയുടെ ജനിച്ച വർഷമാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.